Good morning, children. We are going to learn the new chapter Poisson Distribution. The spelling is Poisson. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ we would like to read it as Poisson Distribution. പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ Poisson Distribution ആണ്. So let us see what is Poisson Distribution. ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എൻ എസ് ഫിനിറ്റ് അല്ലേ, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ സ്മോൾ എൻ എസ് വെരി സ്മോൾ, ചെറിയ എൻ ഫിനിറ്റ് ആയിരിക്കും. അത് ഒരു യൂഷ്വലി 10 വരെയുള്ള നമ്പേഴ്സാണ് എൻ സാധാരണ ഉണ്ടാവാറുള്ളൂ. ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാറുണ്ട്. So it is possible to count the number of times an event occurs and the number of times it does not occur. അപ്പോൾ എത്ര പ്രാവശ്യം ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതും സംഭവിക്കില്ല എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് എൻ ഇവൻറ്റ് ഈസ് റയർ, പക്ഷെ നമ്മൾ വേറെ സിറ്റുവേഷൻ നോക്കുക, വളരെ റയർ ഇവൻ്റാണ്. അത് നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്, എക്സാമ്പിളാണ് പറയണത്, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ്. ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളത് വളരെ റയറാണ്, സംഭവിക്കാണ്ടിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് റോട്ടിൽ കൂടെ ഒരുപാട് നമ്പർ ഓഫ് കാറ് പാസ് ചെയ്യും, അതിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുക വളരെ അപൂർവമായിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുക. അതാണ് റയർ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ഒരുപാട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അതിൽ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ. നമ്മളൊരു ബുക്ക് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറേ നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടാവും. ആ ബുക്കിൽ നമ്പർ ഓഫ് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നതോ വളരെ കുറവായിരിക്കും. സോ ദെൻ ഇറ്റ് മേ ബി പോസിബിൾ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ആൻ ഇവൻറ്റ് ഒക്കർ. ഇപ്പോൾ ആക്സിഡൻ്റ് കാര്യമാണെങ്കിൽ എത്ര പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരു റോഡിൽ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4 ആക്സിഡൻറ്റോ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. പക്ഷേ ക്യാൻ യു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഡസ് നോട്ട് ഒക്കർ? അപ്പോൾ എത്ര പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായില്ല ഒരു മാസത്തിൽ, അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂ. അതായത് എപ്പോൾ 2 കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താലും ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. പക്ഷെ അത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് കാറുകൾ ആ റോട്ടിൽ കൂടെ പാസ് ചെയ്ത് പോണതാണ്. This is because the total number of trials of the experiment is not precisely known. എന്തുകൊണ്ടാണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് എത്ര കാറ് പാസ് ചെയ്തു എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് എത്ര പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായില്ല എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. അത് എന്താണ്, ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, സോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ വളരെ വലുതാവും, വളരെ കുറച്ച് പ്രാവശ്യമേ സക്സസ് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഇവിടുത്തെ പ്രത്യേകത എന്താ, എന്നിൻ്റെ പ്രത്യേകത എന്താ? ദ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് വെരി ലാർജ്. എൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, എൻ ഇൻഫിനിറ്റീവാണ്. ഓക്കെ, ഇൻഫിനിറ്റാണ്, എത്ര പ്രാവശ്യം ഉണ്ടാവണമെന്ന് നമുക്കറിയില്ല, അത്രയും വലുതാണ് എൻ. പക്ഷേ ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ഈച്ച് ട്രയൽ ഇസ് വെരി സ്മോൾ. ആ പി എന്ന് പറയുന്നതോ നമ്പർ ഓഫ് ആക്സിഡൻറ്റ് ഉണ്ടാവണതായാലും ആ ഡിഫക്റ്റീവ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഡിഫക്ട്സ് ഉണ്ടാവണതായാലും ഒരു ബുക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവണതും അതിനുള്ള സാധ്യത എത്രയാണ്? വളരെ കുറവാണ്. പി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സീറോൻ്റെ അടുത്തുള്ള വളരെ ചെറിയൊരു നമ്പറാണ് പി എന്ന് പറഞ്ഞാൽ. എന്നും പിയും കൂടുമ്പോൾ അത് ഫിനിറ്റ് ആവും. അതിനെ നമ്മൾ ഇവിടെ മീൻ എന്നാണ് പറയുക, എം. ഓക്കെ, the Poisson distribution can be stated in the following manner. Let the probability for success in a single trial of random experiment is very small, that is p equal to 0, near to 0. The experiment be repeated large number of times n infinitive ആണ്. Then the probability for success out of these trials is given by നമ്മുടെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്താണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ എം പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ മീൻ എന്ന് പറയാം, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയാം കേട്ടോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ മ്യൂ എന്നാണ് പഠിച്ചേക്കുന്നത്. ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു മ്യൂ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ആ എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ ബൈനോമിയൽ പഠിക്കുമ്പോൾ കണ്ടില്ലേ, എൻ സി എക്സ് എന്നാണ് നമ്മൾ ഫോർമുല പഠിച്ച്, അത് എൻ സി ആർ ആയാലും കുഴപ്പമില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഫോർമുലയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. പി ആർ ആണെങ്കിൽ എന്താണ്? ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു മ്യൂ റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. രണ്ടും സെയിം ആണ്. ഈ ഒരു കോൺസ്റ്റൻറ്റ് ആണ്, അതിൻ്റെ വാല്യൂ 2.7183 ആണ് ഈയുടെ വാല്യൂ. അപ്പോൾ മീനിങ്ങും ഡെഫിനിഷനും പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത്. A discrete random variable x is said to follow Poisson distribution if its probability density function p of x is equal to e raised to minus m into m raised to x by x factorial
ഫോർ എസ്യൂമിങ് ഫോർ എക്സ് എസ്യൂമിങ് എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കും? 0 ആവാം, 1 ആവാം, 2 ആവാം, ഏത് വാല്യൂസും ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. അത് ചാൻസ് ഓഫ് ഹാപ്പിങ് എനി ഇവൻറ്റ് സ്മോൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയണത്. ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദി ബിഹേവിയർ ഓഫ് റയർ ഇവൻറ്റ്സ്. വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ പറയാം ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് എന്നാണ്. We know if we know M, all the terms of Poisson distribution can be obtained. M is the parameter of Poisson distribution. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? M ആണ് ഇതിൻ്റെ പാരാമീറ്റർ. ഇനി യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് Poisson distribution, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ക്യൂയിങ് തിയറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീൽഡ് ഓഫ് ഇൻഷുറൻസ്, ഫിസിക്സ്, ബയോളജി, ഇക്കണോമിക്സ്, ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് പറയുന്നത് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിങ് അറ്റ് ടെലിഫോൺ സ്വിച്ച് ബോർഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു മിനിറ്റിൽ എത്ര ഫോൺ കോൾ വന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര എണ്ണം വന്നില്ല എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പി ഓഫ് സക്സസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. And to count the number of customers arriving at the supermarket, to count the number of defects per unit of manufactured product, എത്ര ഡിഫക്റ്റീവ് ഉണ്ടായി, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. To count the number of radioactive disintegration of radioactive elements per unit of time, ഫിസിക്സിലൊക്കെ എവിടെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ബയോളജിയിൽ to count the number of bacteria per unit, to count the number of defective materials, പിന്നെ ബ്ലേഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എത്രയെന്ന് അറിയാൻ പറ്റും. To count the number of casualties, person dying due to rare disease such as heart attack in a year. To count the number of accidents taking place in a day. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എക്സാമ്പിൾസ് ആണ്. Next, characteristics. This is a discrete probability distribution. If x follows Poisson distribution, x takes the values of 0, 1 to infinity വരെ എടുക്കാൻ പറ്റും. സിംഗിൾ പാരാമീറ്റർ m ആണ് ഇതിൻ്റെ പാരാമീറ്റർ. When m is known, all the terms can be found out. Mean and variance of Poisson distribution are equal to m. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം മീൻ എന്താണെന്നുള്ളത്, വേരിയൻസ് എന്താണെന്നുള്ളത്. Poisson distribution is a positively skewed distribution. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇഫ് 3% ഓഫ് ഇലക്ട്രിക് ബൾബ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ്, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ് എക്സാക്ട്ലി 5 ബൾബ് ആർ ഡിഫക്റ്റീവ്. ഒരു കമ്പനി ഉണ്ടാക്കുന്ന ബൾബുകളിൽ എന്താണ് 3% ഡിഫക്റ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100, ഒരു 100 സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സാക്ട്ലി 5 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ എൻ എന്താണ്? 100 ആണ്, ഒരു വലിയ ആണ്. ഇത് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അതിൽ എക്സാക്ട്ലി 5 ആണ് കേട് വരാനുള്ള സാധ്യത. അപ്പോൾ എക്സ് ഏത് വാല്യൂ എടുക്കണം? 5 ആണ് എടുക്കുന്നത്. ഇനി നമ്മുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എത്രയാണ്? ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത 3% ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 3/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.03. നമുക്ക് പി കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി എക്സ് എടുക്കുന്ന വാല്യൂ 5 ആണ്. ദെൻ ഇ റേസ് ടു മൈനസ് മ്യൂ, നമുക്ക് മ്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, മ്യൂ അല്ലെങ്കിൽ എം കണ്ടുപിടിക്കണം. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. മീനിൻ്റെ ഫോർമുല n ഇൻറ്റു പി ആണ്. n ഇവിടെ എത്രയാണ്? 100 ബൾബാണ്. പി എന്ന് പറഞ്ഞാൽ 0.03 ആണ്. സോ n ഇൻറ്റു പി ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 0.03 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ എന്താ നോക്കുക, പി എന്താ നോക്കുക. എന്നും പിയും മൾട്ടിപ്ലൈ ചെയ്താൽ എം കിട്ടും. എം സിംഗിൾ പാരാമീറ്ററാണ്. എം അറിഞ്ഞു കഴിഞ്ഞാൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എം 3 ആണെന്ന് മനസ്സിലായി. ആ ആൻറ്റി ലോക്ക് എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇ റേസ് ടു -3, എം 3 ആണെന്ന് മനസ്സിലായപ്പോൾ ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുല എന്താ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് 5 ആണെന്ന് മനസ്സിലായി, എം 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇ റേസ് ടു -3 നിങ്ങൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. ഞാൻ ആ ടേബിൾ എടുത്തിട്ട് അതിൽ ഏത് പേജ് നമ്പറിൽ അതുള്ളതെന്ന് പറഞ്ഞുതരാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ, ഒരു വയലറ്റ് കളർ ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതിൽ -3യുടെ വാല്യൂ ഉണ്ടാവും.
ആ വാല്യൂ നോക്കുക 0.0498 എന്ന് ടേബിളിനകത്ത് ഉണ്ടാവും. ഓക്കെ, e⁻³ വാല്യൂ എന്ന് പറയുന്നത് 0.0498 ആണ്. 0498 ഇൻറ്റു ഇനി നമുക്ക് അറിയേണ്ടത് 3x, അതായത് 3 നമ്മുടെ എക്സ് എത്രയാണ് 5 ആണ്. അപ്പോൾ 243 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ, അതായത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, അത് 120. അപ്പോൾ നിങ്ങൾക്ക് 0.1008 എന്നുള്ള ആൻസർ കിട്ടും. ഇന്ന് ഇത്രയും മതി കേട്ടോ.